കേരള സ്റ്റോറി 2 ട്രെയിലർ വിവാദമാകുമ്പോൾ കേരളത്തെ വാനോളം പുകഴ്ത്തുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന നോർത്ത് ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ വീഡിയോ വൈറലാകുന്നു. ഇപ്പോൾ തന്നെ ആരും ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു. എല്ലാ ആഘോഷങ്ങളും ഒന്നിച്ചു കൊണ്ടാടുന്ന നാടാണ് കേരളം. ബീഹാർ സ്വദേശി അക്ഷയ് രാജ് സാക്ഷ്യപ്പെടുത്തുന്നു. കേരള സ്റ്റോറിയിലെ കേരളമല്ല തനിക്കിവിടെ കാണാൻ കഴിയുന്നതെന്നാണ് അക്ഷയ് പറയുന്നത്. നിഖിൽ പ്രമേശൻ റിപ്പോർട്ട്. കേരള സ്റ്റോറി 2 ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുകയാണ്. അപ്പോൾ വ്യത്യസ്തമായി തോന്നിയ ഒരു കമന്റ് ബീഹാർ സ്വദേശിയായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന 2ാം വർഷ വിദ്യാർത്ഥി അക്ഷയ് രാജിൻ്റെതായിരുന്നു. അക്ഷയ് എന്താണ് കേരളമെന്ന് തനിക്ക് അനുഭവപ്പെട്ടത് എന്ന് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചപ്പോൾ അത് 1 മില്യണിൽ പരം ആളുകളാണ് ഇതിനോടകം കണ്ടു തീർത്തത്. എന്താണ് അക്ഷയ് കണ്ട കേരളമെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. You have been here for last 2 years and in your experience, in your perspective, what is Kerala? Kerala, according to me, the people are very welcoming. They when I came here, I don't know single words in Malayalam, but they were very helpful. They were saying the things in English. Most of the time, they try to say in English. And here the culture is very welcoming. Here Hindus, Muslims, and Christians all celebrate each other festival like they are. That festival is their own festival. This here, if you go outside everywhere, you will say there's no dust or no one will putting any chocolate wrappers there. Everything is very clean here. They treat Kerala as their own home. All the Keralites treat Kerala outside road also there or there as their own home. They will not put dust anywhere on the road. But outside Kerala, if you go, you will see they treat their home as their home, but not roads. They will be very dirty. But here, that thing is very good. People always maintain that civic sense. That most of the people in outside Kerala also people maintain their civic sense, but you will see some things like that. Okay. Have you ever experienced someone force you to eat some food? Do you have any such experience in Kerala? Till now, no, I have not experienced this, that anyone has forced me to eat anything that I don't want to eat. That's the thing. I have not experienced. The real Kerala that I have seen in these 2 years is people live in mutual harmony, and they respect each other, their culture they respect, and they are very welcoming. That's the real Kerala story that I have seen in 2 years. യഥാർത്ഥത്തിൽ താൻ കണ്ട കേരള സ്റ്റോറി എന്തെന്ന് പറയുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥി അക്ഷയ് രാജ്. തനിക്കിവിടെ കാണാൻ കഴിഞ്ഞത് മതവിദ്വേഷവും ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോ അതിനപ്പുറത്തേക്ക് ആളുകളെ ചേർത്ത് നിർത്തുകയും വളരെയധികം ശുചിത്വവും ഒക്കെയാണ് തനിക്ക് അനുഭവപ്പെട്ടത് കേരളത്തിൽ വന്നപ്പോഴെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം റീൽ ഇതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അനൂപ് നായർക്കൊപ്പം നിഖിൽ പ്രമേശ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.